ഉദയം ജനശ്രീ യുവശ്രീ സംഘം ഉമ്മളത്തൂരിലെ പുസ്തക വിതരണത്തിൻ്റെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ശശിയേട്ടൻ പൊങ്കുഴി, സംഘം ചെയർമാൻ, പ്രിയപ്പെട്ട ഇസാക്ക് CP, പ്രിയപ്പെട്ട സുബീർ KV കൃഷ്ണേട്ടൻ ആമാട്ടിവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രിയപ്പെട്ട സന്തോഷ്, റീന, ബിച്ചുക്ക തങ്ങൾ അടക്കം ബഹുമാന്യരായ നേതാക്കൾ, സർവോപരി ഈ ജനശ്രീയുടെ യുവശ്രീ സംഘത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. പുസ്തക വിതരണത്തിൻ്റെ ഈ നല്ല പരിപാടി, നന്മ നിറഞ്ഞ പരിപാടി നടത്താൻ മുന്നോട്ട് വന്ന ഉദയം ജനശ്രീ യുവശ്രീ സംഘത്തെ ഞാൻ ആദ്യമേ അഭിവാദ്യം ചെയ്യുകയാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ പഠനവും വിദ്യാഭ്യാസവും നമുക്ക് ഗൗരവമായിട്ട് എടുക്കുകയും അത് ആ രക്ഷിതാക്കളുടെ മാത്രം വിഷയമല്ല, ഒരു നാടിൻ്റെ തന്നെ വിഷയമായി ഏറ്റെടുക്കാനൊക്കെ നമുക്ക് സാധിക്കണം. ഞാൻ ഈ പ്രദേശത്തെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറയാണ്, നിങ്ങൾ ഏറ്റവും മിടുക്കോടുകൂടി പഠിക്കുക. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപരിപഠനത്തിനുള്ള എല്ലാ സഹായ സഹകരണവും ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബന്ധുവിനെ പോലെ നിങ്ങളുടെ ഉപരിപഠനത്തിനുള്ള എല്ലാ സഹായ സഹകരണവും MLAയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കണം. നമുക്കത്ര മിടുക്കന്മാരായ കുട്ടികളെ നമുക്ക് ഏറ്റെടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സ്കോളർഷിപ്പ് തരാം. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോടൊക്കെ പറയണം, നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ നല്ല മിടുക്കുണ്ട്, അവർക്ക് പഠിക്കാൻ കഴിവുണ്ട്. അങ്ങനെ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും അത്തരം കുട്ടികളുടെ വിഷയങ്ങൾ നമുക്ക് കണ്ടറിഞ്ഞ് അവരെ പിന്തുണക്കാനും നമുക്ക് സംവിധാനങ്ങളുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ 10ാം ക്ലാസ് ഈ വർഷം പഠിക്കുന്ന കഴിഞ്ഞ കുട്ടികളാരാ സദസ്സിൽ ഇന്ന് കൈപ്പൊക്കിക്കെ? 10 ഇപ്രാവശ്യം 10 കഴിഞ്ഞവർ ഉണ്ടാ? 10ാം ക്ലാസ് ഇപ്രാവശ്യം പ്ലസ് ടു പഠിക്കുന്നവരുണ്ടോ ഇവിടെ? +2, +1, +2 ഇപ്പോൾ ഇതൊക്കെ എത്രാം ക്ലാസ് വരെയുള്ള കുട്ടിയൊക്കെ? 10 വരെയുള്ള കുട്ടിയൊക്കെയുള്ളതാ അല്ലേ? 10ാം ക്ലാസ് വരെയുള്ള കുട്ടിയൊക്കെയുള്ള പുസ്തക വിതരണം. അപ്പോൾ ഡിഗ്രി വരെ ഉണ്ടോ? ഡിഗ്രി വരെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് ആണല്ലേ? അപ്പം ഇവർ പറയുന്നത് ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികളുണ്ട് എന്നാണ്. ഡിഗ്രിക്കൊക്കെ ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ CUT സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഒറ്റ ടെസ്റ്റാണ്. ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ 7500 യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടും. ഏതെങ്കിലും ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടൽ ഉറപ്പാണ്. പ്രാഥമികമായി നിങ്ങളതിനെ കോഴിക്കോട് ബുക്ക് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ CUT ടെസ്റ്റിൻ്റെ എൻട്രൻസ് ടെസ്റ്റിൻ്റെ പുസ്തകം കിട്ടും. അപ്പോൾ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനൊക്കെ നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റും. ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മളെ ഈ പ്രദേശം ഇവിടുത്തെ ഉമ്മളത്തൂർ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് ഉമ്മളത്തൂരല്ലേ? റേഷൻ ഷാപ്പിന് സമീപം അല്ലേ? ഈ ഗ്രാമത്തിൽ നിന്നുള്ള കുട്ടികൾ അലിഗർ യൂണിവേഴ്സിറ്റിയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ കുട്ടികൾ പോയി പഠിക്കണം. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നണ്ട, ഭയങ്കര കിട്ടാക്കനിയായിട്ട് തോന്നണ്ട. ഒന്ന് മനസ്സ് വെച്ച് പഠിച്ചാൽ രണ്ട് തരം കുട്ടികൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റും. ഒന്ന്, ഇപ്രാവശ്യം +2 കഴിയുന്ന കുട്ടികൾക്ക് ഡിഗ്രി PG കോഴ്സിന് നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാനുള്ള സമയമാണത്. 2, ഡിഗ്രി പഠിക്കുന്ന ഫൈനൽ ഇയർ കുട്ടികൾക്കും ആ പരീക്ഷ എഴുതേണ്ട സമയമാണ് ഇപ്പോൾ. നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ കേന്ദ്ര സർവകലാശാലകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ അവർ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ട ഹോസ്റ്റൽ സംവിധാനം, അവർക്ക് വേണ്ട സ്കോളർഷിപ്പ്, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ ഉദയം ജനശ്രീ യുവശ്രീ സംഘത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും പറയാണ്, അങ്ങനെ തയ്യാറാകുന്ന കുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളും മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞ് ഈ പുസ്തക വിതരണത്തിൻ്റെ നല്ല നിമിഷങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
A+ കിട്ടിയ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കെ മോനെ അതൊന്ന് പെട്ടെന്ന് A+ കിട്ടിയ പുസ്തകം കൂടി സാറ് കൊടുക്കണം. ഞങ്ങളൊരു പ്രിയപ്പെട്ട വ്യക്തിയുടെ SLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ ഫുൾ A+ നേടിയ കുട്ടികളെയാണ് വിളിക്കുന്നത്. മഞ്ജിമ. ഓ അതാ വീഡിയോ ഉണ്ട്. താങ്ക് യു മഞ്ജിമ. അടുത്തത് ആദിത്യൻ P. ബൈജു. താങ്ക് യു അദി. അടുത്തത് ആവണി അനിൽ. അടുത്തത് പുസ്തകമാണ്. ശ്രീരാഗ്. ആദ്യത്തെ മണ്ഡലം പ്രസിഡന്റ് പ്രശാന്തേട്ടൻ്റെ മോനാണ്. ശ്രീരാഗ്.